അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ വലിയ ഭീഷണികൾ നിലനിൽക്കുന്നതിനിടയിൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ചില ഡെവലപ്മെന്റ്സ് ഇന്നലെ ഉണ്ടായി. അതിലൊന്ന് മൈക്രോസോഫ്റ്റിന്റെ തലവനായിട്ടുള്ള നമ്മുടെ ഇന്ത്യൻ വംശജൻ കൂടിയായിട്ടുള്ള സത്യ നദല്ലേ അദ്ദേഹം നരേന്ദ്രമോദിയെ കാണുകയുണ്ടായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായിട്ട് ഡൽഹിയിൽ വെച്ച് അദ്ദേഹം ചില ചർച്ചകൾ നടത്തി. അതിനുശേഷം ഞെട്ടിക്കുന്ന ഒരു പ്രഖ്യാപനം അദ്ദേഹം നടത്തുകയുണ്ടായി. 17.5 ബില്യൺ US ഡോളറിന്റെ ഇൻവെസ്റ്റ്മെന്റ് ഇന്ത്യയിൽ മൈക്രോസോഫ്റ്റ് നടത്താൻ പോകുന്നു എന്നതായിരുന്നു ആ പ്രഖ്യാപനം. എന്തുകൊണ്ടാണ് ഇതൊരു ഞെട്ടിക്കുന്ന പ്രഖ്യാപനം എന്ന് നമ്മൾ പറയുന്നതെന്ന് ചോദിച്ചാൽ, ഇന്നേ വരെ മൈക്രോസോഫ്റ്റ് ഒരു ഏഷ്യൻ രാജ്യത്ത് നടത്തിയിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെന്റ്സ് ആണ് ഇന്ത്യയിൽ നടത്താനായിട്ട് പോകുന്നത്. ഇതിനെ നമ്മുടെ ഇന്ത്യൻ രൂപയിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന സമയത്ത് ഏകദേശം 1,57,000 കോടി രൂപ, അതായത് 1.5 ട്രില്യൺ ഇന്ത്യൻ രൂപയാണ് ഇന്ത്യയിൽ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് മൈക്രോസോഫ്റ്റ് തയ്യാറെടുക്കുന്നത്. ലളിതമായി പറഞ്ഞാൽ 1.5 ലക്ഷം കോടിയിലധികം രൂപ ഇന്ത്യയിൽ മൈക്രോസോഫ്റ്റ് ഇൻവെസ്റ്റ് ചെയ്യാൻ പോവാണ്. ഇന്ത്യയുടെ AI എക്കോ സിസ്റ്റത്തെ ബൂസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ്സ് ആയിരിക്കും മൈക്രോസോഫ്റ്റ് നടത്തുക. പ്രധാനമായിട്ട് ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സെക്ടർ തന്നെയാണ് മൈക്രോസോഫ്റ്റ് ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്നത്. എന്തൊക്കെ ആയിരിക്കാം ഈ ഇൻവെസ്റ്റ്മെന്റിന്റെ ഭാഗമായിട്ട് വരിക? പ്രധാനമായിട്ട് ക്ലൗഡ് കപ്പാസിറ്റി എക്സ്പാൻഡ് ചെയ്യുക, അതുപോലെ തന്നെ സ്വതന്ത്രമായിട്ടുള്ള സെക്യൂർ ആയിട്ടുള്ള ഡേറ്റ സിസ്റ്റംസ് ഫോം ചെയ്യുക, രാജ്യമൊട്ടാകെ AI സ്കില്ലിംഗ് പ്രോഗ്രാംസ് മില്യൺ കണക്കിന് യങ് ആയിട്ടുള്ള ഇന്ത്യൻസിന് വേണ്ടിയിട്ട് അറേഞ്ച് ചെയ്യുക, അതോടൊപ്പം തന്നെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള AI ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പ് ചെയ്യുക, നെക്സ്റ്റ് ജനറേഷൻ ഇന്നോവേഷൻ ഹബ്സ് ഡെവലപ്പ് ചെയ്യുക, ഡീപ്പ് ടെക് പാർട്ട്ണർഷിപ്സ് ഫോം ചെയ്യുക, ഇന്ത്യയുടെ ഗ്ലോബൽ AI ലീഡർ എന്ന് പറയുന്ന ഒരു പൊസിഷനെ സപ്പോർട്ട് ചെയ്യുന്ന തരത്തിലുള്ള വളരെ ഗംഭീരമായ ഇൻവെസ്റ്റ്മെന്റ്സ്, ഒരു AI എക്കോ സിസ്റ്റം തന്നെ ഇന്ത്യയിൽ ഫോം ചെയ്യുക എന്ന ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് 1.5 ലക്ഷം കോടിയിലധികം ഇന്ത്യൻ രൂപ മൈക്രോസോഫ്റ്റ് എന്ന് പറയുന്ന അമേരിക്കൻ കമ്പനി ഇന്ത്യയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്നത്. ഇവിടെ ട്രംപ് കഴിഞ്ഞ മാസങ്ങളിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അമേരിക്കൻ കമ്പനികൾ വിദേശത്ത് ഇൻവെസ്റ്റ് ചെയ്യാൻ പാടില്ല, ഇന്ത്യയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പാടില്ല. ആപ്പിൾ എന്ന് പറയുന്ന കമ്പനിയെ ഭീഷണിപ്പെടുത്താൻ നോക്കി, ആപ്പിൾ അത് ചെവിക്കൊണ്ടിട്ടില്ല. ഇപ്പോൾ മൈക്രോസോഫ്റ്റ് അമേരിക്കയുടെ ഭീഷണികളൊക്കെ നിലനിൽക്കുമ്പോൾ ഇന്ത്യയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറെടുക്കുന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു കാര്യം വ്യക്തമാണ്, ഇന്ത്യയുടെ പൊട്ടൻഷ്യൽ ഗ്രോത്തിനെ കുറിച്ച് ഈ വമ്പൻ കമ്പനികൾ, ലോകത്തെ ഏറ്റവും ശക്തമായ കമ്പനികളുടെ പട്ടികയിലുള്ള ഒരു കമ്പനിയാണ് മൈക്രോസോഫ്റ്റ്, ഏതെങ്കിലും ഒരു കമ്പനിയല്ല. സോ ഇങ്ങനെയുള്ള ആപ്പിൾ, മൈക്രോസോഫ്റ്റ് പോലെയുള്ള വമ്പൻ കമ്പനികൾ ഇത്രയും വലിയൊരു തുക ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് ഇന്ത്യൻ എക്കണോമിക് ഗ്രോത്തിനെ കുറിച്ചും ഇന്ത്യയുടെ ഫ്യൂച്ചറിനെ കുറിച്ചും ഒക്കെ കൃത്യമായ സ്റ്റഡീസ് നടത്തിയിട്ടുണ്ടാവും. പ്രസിഡന്റ് ട്രംപിന്റെ പോലും വാക്കുകൾ വകവയ്ക്കാതെ ഇന്ത്യയിൽ കൊണ്ടുവന്ന് ഇത്രയും വലിയൊരു തുക ഇൻവെസ്റ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇന്റേണലായിട്ട് ഈ കമ്പനികൾ നടത്തിയിട്ടുള്ള അവരുടെ സ്റ്റഡിയിൽ ഇന്ത്യ ഒരു മേജർ എക്കണോമിക് പവർ ആയിട്ട് വരും വർഷങ്ങളിൽ മാറാൻ പോകുന്നു എന്ന കൃത്യമായ ഒരു ധാരണ അവർക്ക് ഉണ്ടായിരിക്കണം. നമ്മളൊക്കെ ഒരു 10,000 രൂപ ചിലവാക്കുന്നതിന് മുമ്പ്, ഒരു പ്രോഡക്റ്റ് വാങ്ങുന്നതിന് മുമ്പ് 100 റിവ്യൂസ് കാണും, അല്ലെങ്കിൽ വീഡിയോസ് കാണും, ആ പ്രോഡക്റ്റിനെ കുറിച്ച് കൃത്യമായിട്ട് അന്വേഷിക്കും. അങ്ങനെ എന്തെല്ലാം മുന്നൊരുക്കങ്ങളും തയ്യാറെടുപ്പുകളും ചെയ്തിട്ടാണ് നമ്മൾ 10,000 രൂപയുടെ ഒരു പ്രോഡക്റ്റ് വാങ്ങുന്നത്. നമ്മൾ ഇവിടെ സംസാരിക്കുന്നത് 1.5 ലക്ഷം കോടിക്ക് മുകളിൽ വരുന്ന രൂപയുടെ ഇൻവെസ്റ്റ്മെന്റിനെ കുറിച്ചാണ്. സോ ഇത്രയും വലിയൊരു തുക മൈക്രോസോഫ്റ്റ് പോലത്തെ ഒരു കമ്പനി ഇന്ത്യയിൽ ഇൻവെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവർക്ക് നന്നായിട്ടറിയാം ഇന്ത്യയുടെ പൊട്ടൻഷ്യൽ എന്താണ് എന്നുള്ളത്. ഇവിടെ വേറൊരു കാര്യം കൂടി പറയാതിരിക്കാൻ പറ്റില്ല. സത്യ നദല്ലേ അദ്ദേഹം ഒരു ഇന്ത്യൻ വംശജനാണ്. നമ്മൾ ഇന്ത്യൻ വംശജരായിട്ടുള്ള ആൾക്കാർ ഇന്ത്യയിൽ നിന്ന് വിദേശ രാജ്യങ്ങളിൽ പോയി അവിടുത്തെ വലിയ വലിയ സ്ഥാപനങ്ങളിൽ വലിയ പദവികളിലേക്ക് എത്തുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഈ ഒരു കാര്യം കൊണ്ടാണ് നമ്മൾ അഭിമാനിക്കേണ്ടത്. കാരണം എത്രയൊക്കെ പറഞ്ഞാലും ലോകത്തിൻ്റെ ഏത് കോണിൽ പോയാലും ഏത് വലിയ പദവികളിലൊക്കെ എത്തിയാലും ഉള്ളിൻ്റെ ഉള്ളിൽ ഞാനൊരു ഇന്ത്യൻ വംശജനാണെന്ന ബോധം എന്നും അവരുടെയൊക്കെ മനസ്സിലുണ്ടാവും. എത്രയൊക്കെ അതിനി മറച്ചു വയ്ക്കാൻ ശ്രമിച്ചാലും രാജ്യത്തോട്, ജനിച്ചു വീണ മണ്ണിനോട് അല്ലെങ്കിൽ നമ്മുടെ വംശത്തോടൊക്കെ ഉള്ളൊരു സ്നേഹം എന്നും മനസ്സിലുണ്ടാവും. അത് നമ്മൾ സുന്ദർ പിച്ചയുടെ കാര്യത്തിൽ കണ്ടതാണ്. മൂപ്പര് ഗൂഗിളിന്റെ തലപ്പത്തേക്ക് വന്നതിന് ശേഷം ഇന്ത്യയിൽ ഒരുപാട് ഇൻവെസ്റ്റ്മെന്റ്സ് അദ്ദേഹത്തിന്റെ സ്ഥാപനത്തിൽ നിന്ന് ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. അതുപോലെ ഇപ്പം മൈക്രോസോഫ്റ്റ് ഇന്ത്യൻ വംശജനാണ് അതിന്റെ തലപ്പത്തിരിക്കുന്നത്. അദ്ദേഹം എന്ത് ചെയ്യുവാണ്, പരമാവധി നമ്മുടെ രാജ്യത്തിന് കൂടി ഗുണം ചെയ്യുന്ന ഇൻവെസ്റ്റ്മെന്റ്സ് ഇവിടേക്ക് കൊണ്ടുവരാനായിട്ട്, നമ്മുടെ രാജ്യത്തെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുകയാണ്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം.